ഹലോ, എല്ലാവർക്കും പരമ്പരയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ഹോം മെയ്ഡ് പനീർ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ പ്ലെയിൻ പനീറായിട്ടല്ല, നല്ല കുറച്ച് ഫ്ലേവേർഡായിട്ട് ചില്ലി ഫ്ലേക്സും സോൾട്ടും ഒക്കെ ആയിട്ട് കുറച്ച് ഫ്ലേവേർഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിട്ടും നമുക്ക് നല്ല ലാഭത്തിൽ പനീർ വീട്ടിലുണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ട് നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ പനീർ കുറച്ച് കാലം ലോങ് ടേം ആയിട്ട് എങ്ങനെ നമ്മൾ ഒട്ടും കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള ഒരു ടെക്നിക്ക് കൂടെ ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനൊരു 2.25 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, നമ്മൾ ഒരിക്കൽ മെനക്കെടുന്നതല്ലേ. അപ്പോൾ ഈ 2.25 ലിറ്റർ പാലായതുകൊണ്ട് ഒരു ചെറിയ കുക്കർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം പൊങ്ങി തൂവി ഒന്നും കളയരുതല്ലോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിത് പിരിയിപ്പിക്കാനുള്ള ആ പ്രോസസ്സിലോട്ട് പോകുന്നത്. നമുക്ക് ഈ പാല് പിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം, തൈര് ഉപയോഗിക്കാം, ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ ഈ വിനിഗർ ഉപയോഗിച്ചാൽ നമ്മൾ കറക്റ്റ് ടെക്സ്ചറിൽ ആ പനീർ കിട്ടും. അപ്പം എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്, ഇവിടെ ഉള്ളത് ഡിസ്റ്റിൽഡ് വിനിഗറാണ്. നിങ്ങളുടെ അടുത്ത് പ്ലെയിൻ വിനിഗർ, വൈറ്റ് വിനിഗർ ആണുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ ഡിസ്റ്റിൽഡ് വിനിഗർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിന് നല്ല കുറച്ച് അസിഡിക് ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ മിൽക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം, അതൊരു 1/2 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം അതിലോട്ട് ഈ വിനിഗർ ഒഴിച്ച് ഒന്ന് ഈവനായിട്ട് അതെല്ലാം സ്പ്രെഡായി വരുന്നത് വരെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് 2.25 ലിറ്റർ പാലിനായിട്ട് ഞാൻ ആദ്യം ഒരു 3 സ്പൂൺ എടുത്തു, കാണാഞ്ഞിട്ട് വീണ്ടും എടുത്തപ്പോഴും മൊത്തത്തിലൊരു 5 ടേബിൾ സ്പൂൺ വിനിഗർ ആവശ്യമായിട്ട് വന്നിരുന്നു ഈ പാല് പിരിയിപ്പിച്ചെടുക്കാൻ. പക്ഷേ നമുക്കതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന പാലിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമ്മൾ കേടിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ അളവിന് വേരിയേഷൻ വരാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കിട്ടുന്ന പാലിൻ്റെ തിക്നെസ് ആയിരിക്കത്തില്ലല്ലോ അടുത്ത സ്ഥലത്ത് ഉണ്ടാവുക. ചിലപ്പം കൂടുതൽ വിനിഗർ ആവശ്യമായിട്ട് വരാം, ചിലപ്പോൾ കുറച്ച് ആവശ്യമായിട്ട് വരാം. അത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നോക്കി അത് കേർഡിൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൂട്ടി ഒഴിച്ചുകൊണ്ടാൽ മതി. ഇപ്പം ഞാൻ ഇവിടുത്തെ എൻ്റെ 2.25 ലിറ്റർ പാലിന് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു, നോക്കി അത് കേർഡിലായില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കുറേശ്ശെയായിട്ട് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ വിനിഗർ എടുത്ത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾ വിനിഗർ അല്ല ലെമൺ ജ്യൂസാണ് എടുക്കുന്നതെങ്കിലും ഇങ്ങനെ വേണം ചെയ്യാൻ. കുറേശ്ശെ നമ്മൾ നോക്കിയും കണ്ടും അത് പിരിയുന്നതിനനുസരിച്ച് അതിൻ്റെ അളവ് നമ്മൾ കൂട്ടിയും കുറച്ചുമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്താണ് എനിക്കിത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിരിഞ്ഞ് കിട്ടിയത്. ഇപ്പോൾ ഇത് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ഫ്ലേവേർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് കുറച്ച് ചില്ലി ഫ്ലേക്സും സോൾട്ടും ഒക്കെ ഇട്ടാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഈ സമയത്ത് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കരുത്. ചില്ലി ഫ്ലേക്സും സോൾട്ടും ഒക്കെ ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്താൽ നമുക്കതിൻ്റെ ആ ഒരു പനീറിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇപ്പം നമുക്ക് ഡ്രെയിൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പം ആ പനീറും ആ പാലും എല്ലാം കൂടെ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു ജ്യൂസ് അരിപ്പിലോ എന്താ ഡ്രെയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്യാം. ഇപ്പോൾ ആ ഡ്രെയിനറിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഈ പനീർ ഫർദറായിട്ട് കുക്കായി പോവും ആ ചൂടിൽ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇറുത്തെടുത്തതിന് ശേഷം ഇപ്പോഴാണ് ചില്ലി ഫ്ലേക്സും അല്പം സാൾട്ടും കൂടെ നമ്മൾ ഈവനായിട്ട് എല്ലായിടത്തിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന്. നിങ്ങൾക്ക് ഒരു പക്ഷേ ചില്ലി ഫ്ലേക്സ് ഇഷ്ടമല്ല, ഇത് വേണ്ട, പ്ലെയിൻ പനീർ മതി എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ഒരുപോലെ ഈവനായിട്ട് ഇടുന്നത് പോലെ ഇടണം കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇറുക്കി പിഴിയുന്ന പോലെ നമ്മളൊന്ന് ചുരുട്ടി നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിൻ്റെ മുകളിൽ വേറൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ആ പനീർ വെച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം അതിൻ്റെ മുകളിലായിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പനീറിൽ നിന്ന് ഊറി ഇറങ്ങുന്ന വെള്ളം ഈ പ്ലേറ്റിനടിയിലുള്ള പ്ലേറ്റിലോട്ട് കളക്റ്റായി വീണോളും. അപ്പോൾ കുറേ നേരം ആ പനീർ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ വാർന്നു പോയി ഒന്ന് സെറ്റായി വരും. മനസ്സിലായല്ലോ?
ഇപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പനീറിൽ നിന്ന് മാറ്റിയ ഒരു വെള്ളമില്ലേ, അതിന് എന്ന് പറയും. ആ വെള്ളം പനീറിൽ നിന്ന് മാറ്റിയെടുത്ത വെള്ളം ഹൈലി പ്രോട്ടീനുള്ള ഒരു വെള്ളമാണത്. ഒരുപാട് മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഉള്ള വെള്ളമാണത്. ഒരിക്കലും നമ്മൾ കളയരുത്. നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു ലോങ് ടേം നമുക്ക് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഐസ് ട്രേയിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരു 3 മാസം വരെയൊക്കെ ഇരിക്കും. നമുക്ക് ഉടനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമുക്ക് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കാം, ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ ഉപയോഗിക്കാം, കറികളിൽ നമുക്ക് ഇതുപയോഗിച്ച് കറികളുണ്ടാക്കാം. ഒരിക്കലും ഇത് കളയാൻ പാടില്ല. ഈ വെള്ളത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള വെള്ളമാണിത്. ഇത് വെച്ച് നമ്മൾ ചോറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ചോറിനൊരു നല്ല ടേസ്റ്റാണ്. കാരണം ഇതിനകത്തൊരു പുളിപ്പ് രസമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വിനിഗർ ആണെങ്കിലും ലെമൺ ജ്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും അതൊഴിച്ച് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് അല്ലേ ഈ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു നല്ല പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇപ്പം തന്നെ അത് ചോറ് വെക്കാൻ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തു. പകുതി ഈ വെള്ളവും പകുതി നമ്മുടെ സാധാരണ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരല്പം നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ്. അതിൻ്റെ പുളിപ്പും ആ ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല റൈസിന് ഭയങ്കര ടേസ്റ്റായിരിക്കും. അങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. ഈ വെള്ളം ഒരിക്കലും കളയരുത്. വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം നിങ്ങളെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇത് കളയരുത് കേട്ടോ. ഇനി ഈ സമയം കൊണ്ട് നമ്മുടെ പനീർ അവിടെ റെഡിയായി കാണും. നമ്മൾ വെയിറ്റൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ പനീർ എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, വളരെ നല്ല ഒരു ടെക്സ്ചറിൽ നമുക്ക് പനീർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും എത്രയോ ഹെൽത്തിയാണ് ഈ പനീർ. ഇതിനി നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചും നമ്മൾ ഫ്രീസറിൽ വെച്ചേക്കാം. പക്ഷേ ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ ലോങ് ടൈം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ പനീർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ആ കണ്ടെയ്നറിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് നിങ്ങൾ ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ദിവസവും ആ വെള്ളം മാറ്റിക്കളയണം. അങ്ങനെയാണെങ്കിൽ ഈ പനീർ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. നമുക്കിപ്പോൾ ചുമ്മാതെയും എടുത്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാം, പക്ഷേ അത് അത്ര സേഫ്റ്റി അല്ല. ചിലപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ അത് അല്പം പുളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ എത്ര മാസങ്ങൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. പക്ഷേ ദിവസം ദിവസം നമ്മൾ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ പനീർ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീറാണ്. നമുക്ക് എത്രയോ ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും ഈ പനീറിൽ. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.